അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നുസൈബയുടെ ഉമ്മയും ഉപ്പയും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. പഠിച്ചോനെ, ഇതെങ്കിലും ഒന്ന് ഹൈറായാൽ മതിയായിരുന്നു. മറ്റേതേതായാലും നമ്മളെ കുട്ടിക്ക് അങ്ങനെ ആയിപ്പോയി. തറവാടൊന്നും മോശമല്ലെങ്കിലും ഓൻ്റെ ഒരു സ്വഭാവ ഗുണം അങ്ങനെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു വിധി വന്നു. അല്ലാ, ഇതെങ്കിലും നന്നായാൽ മതിയായിരുന്നു. നുസൈബയുടെ ഉപ്പ പറഞ്ഞു, എന്തായാലും ഹുസൈനാജീൻ്റെ തറവാട്ടിക്കല്ലേ, നമ്മളെ കുട്ടി കുഴങ്ങൊന്നും തോന്നുന്നില്ല. ഇജിങ്ങനെ ബേജാറാവല്ലേ. ഓനെ എപ്പോഴാന്നാവും നാട്ടിലേക്ക് എത്തുക? ഒരേ ഒരു മോനേ ഉള്ളൂ, ഓൻ ഗൾഫിലുമാണ്. പിന്നെ ബാക്കിയുള്ളത് മൂപ്പർക്ക് പെൺകുട്ടികളാണ്. സ്വത്തും മുതലൊക്കെ ആണെങ്കിൽ കണ്ടമാനുണ്ട്. ഓൽക്ക് തലമുറകളോളം കയ്യാനുള്ള സ്വത്തൊക്കെ ഉണ്ട്. അല്ലിക്ക, ഞമ്മളെ മോളെ ഓനക്ക് പറ്റുമോ? ഞമ്മളെ മോള് രണ്ടാം കെട്ടുകാരിയാണെന്നുള്ള കാര്യം ഓനക്കറിയോ? അതൊന്നും ഞാൻ ചോദിച്ചിട്ടും പറഞ്ഞിട്ടുമില്ല. കാര്യങ്ങൾ റെഡിയാകുകയാണെങ്കിൽ നമുക്ക് പറയാം. പിന്നെ ഓലായിട്ടന്നല്ല ഇങ്ങോട്ടൊരു പെൺകെട്ട് കൊണ്ടുവന്നത്. മജീദിനറിയാലോ നമ്മളെ കുട്ടിനെ കെട്ടിച്ചതും ഓളിവിടെ എത്തിയതും ഒക്കെ. അപ്പോൾ പിന്നെ എന്തായാലും കൊണ്ടുവന്നാൽ വെക്കം ഒന്ന് കാണാൻ വന്നോട്ടെ അല്ലേ? നുസൈബയുടെ ഉമ്മക്കും ഉപ്പക്കും ഒരിക്കലും അറിയുന്നില്ല, അതെ, ഹുസൈനാജിക്ക് വേണ്ടിയാണ് ഞങ്ങളെ മോളെ ആലോചിക്കുന്നത് എന്ന്. ഇവർ വിചാരിച്ചത് അവരുടെ മകന് വേണ്ടിയാണ് എന്നാണ്. അന്ന് ബ്രോക്കർ അതാ ഫോണിലേക്ക് വിളിക്കുന്നു. പിന്നെ ഇന്ന് വൈകുന്നേരം ഞങ്ങളങ്ങോട്ട് വരുന്നുണ്ട്. പെണ്ണ് അപ്പോഴേക്കും സ്കൂളൊക്കെ വിട്ട് വരുമല്ലോ അല്ലേ? ആ, ഓള് 4 മണി കഴിയും വരാൻ വേണ്ടിയിട്ട്. അല്ല, പുതിയാപ്പിള ചെക്കന് ഇവിടെ എത്തിക്കണോ? നുസൈബയുടെ ഉപ്പയുടെ ആ ചോദ്യം കേട്ട് മജീദ് ഒന്ന് പരിങ്ങിപ്പോയി. എന്താ ഇപ്പോൾ പറയാ? ആ, അതെ, ഞങ്ങൾ വൈകുന്നേരം ആകുമ്പോഴത്തേനും എന്തായാലും എത്തുവേ, പിന്നെ ഇപ്പം എന്താ എന്ന് പറഞ്ഞ് മജീദ് ഫോൺ കട്ട് ചെയ്യുന്നു. മജീദ് കരുതുകയാണ്, എങ്ങനെയെങ്കിലും ഒന്ന് പെണ്ണ് കണ്ടു കിട്ടിയാൽ ഒത്തു കിട്ടിയ ഞമ്മക്കും കാര്യമാണ്. ഇനിയിപ്പോൾ മൂപ്പരാണ് ഈ പെണ്ണിനെ കെട്ടാൻ പോകണമെന്ന് പറയുമ്പോൾ ഓളമ്മാക്കും ഉപ്പാക്കും അത് സമ്മതിക്കുമെന്നറിയില്ല. ഓല് രണ്ടാളും കുട്ടി വേണമെങ്കിൽ തീരെ സമ്മതിക്കുന്നുണ്ടാവില്ല. ഇവലൊന്നും ഇങ്ങോട്ട് സമ്മതിപ്പിച്ച് കിട്ടിയ കഴിച്ചിലായി. എനിക്കും കാര്യമാണ്. മജീദ് ബ്രോക്കർ നേരെ ഹാജിയാരുടെ അടുക്കലേക്ക് എത്തുന്നു. എന്താ മജീദേ, എന്തായി കാര്യങ്ങളൊക്കെ? വരാനും പോനൊക്കെ ആയോ? പൊന്നാരൻ്റെ ഹാജിയരെ, ഒരിക്കലും നിങ്ങളാണ് പുതിയാപ്പിള എന്നുള്ള കാര്യം ഓലറിയണില്ല പരക്കാർ. പിന്നെ നിങ്ങളെ മോനാന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. എനിക്കെന്താടാ കുഴപ്പം? അതിന് എനിക്കെന്താ ആരോഗ്യമില്ലേ, സമ്പത്തില്ലേ, സ്വത്തില്ലേ? ആചാര്യ, നിങ്ങളത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ നല്ല ഫ്രീക്കൻ ചെക്കന്മാരെ നോക്കി നടക്കുന്ന കാലാണ്. അപ്പോഴപ്പം നിങ്ങൾ ഈ ഒരു സമയത്ത് അങ്ങനെയൊന്നുമില്ല. അതേ, പൈസ ഉള്ളവരാണ് ഇപ്പോൾ എല്ലാ പെൺകുട്ടികൾക്കും പറ്റുള്ളൂ. എല്ലാവർക്കും പൈസ വേണം, ജീവിക്കാൻ നല്ല പൈസ വേണമല്ലോ. എൻ്റെ കയ്യിലത് എമ്പാടില്ലേ. പിന്നെ ഇപ്പം എന്താ, എൻ്റെ കൂടെ എന്താ പെൺകുട്ടികൾ വരൂലേ? ആചാര്യ, നിങ്ങൾ അങ്ങനെയൊക്കെ പറയും, പക്ഷേ ഇതിപ്പോൾ കുറച്ച് പ്രയാസമുള്ള കേസ് തന്നെയാണിത്. ഇനിയിപ്പോൾ നിങ്ങളെന്നെ നേരിട്ട് ആണ് സംസാരിച്ചോളൂ. ഞാനൊന്നും പറയാതിരില്ല. കാരണം ഒന്ന് അങ്ങനെ ആയിപ്പോയിക്കണം എൻ്റെ കയ്യിൽ നിന്ന്. അതിപ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ. പണ്ടും പൈസ ഒന്നും വേണ്ട, കുട്ടി നന്നായാൽ മതി, കുട്ടി നല്ല ചൊറുക്ക് വേണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആ കുട്ടീനെ പറഞ്ഞു കൊടുത്തത്. അതൊക്കെ നല്ല റാഹത്തായി നടന്നു. പക്ഷേ ഓൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ ഒരു ഇതുകൊണ്ട് ആണ് ആ കുട്ടി പോകുന്നത്. ഇനിയും ഇപ്പം അങ്ങനെയൊക്കെ എന്തെങ്കിലും സംഭവിക്കുക എന്ന് വെച്ചാൽ എന്നെ വെറുതെ വിടുമോ മൂപ്പര്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എനിക്ക് അങ്ങാടിക്ക് ഇറങ്ങേണ്ടതല്ലേ? അതുകൊണ്ട് എൻ്റെ പൊന്നാരാചാര്യ, നിങ്ങളോട് ഞാൻ പറയണം, നിങ്ങൾ നേരിട്ടാണ് സംസാരിച്ചോളി. നമുക്ക് ഇന്ന് വൈകുന്നേരം തന്നെയാണ് പോകാം. ഇന്ന് വൈകുന്നേരം തന്നെ വരാമെന്ന് പറഞ്ഞപ്പോൾ ഓൻ എത്തിക്കണോ അങ്ങനെയൊക്കെയാണ് ചോദിക്കണത്. മജീദേ, ഇജ് ബേജാറാകണ്ട, ആ കാര്യം ഞാൻ ഏറ്റു. കാരണം ഓൻ എൻ്റെ പണിക്കാരനല്ലേ, ഇവിടെ എൻ്റെ തോട്ടത്തിൽ പണിയെടുത്ത് നടക്കുന്ന ആളല്ലേ. ഞാൻ എന്ത് പറഞ്ഞാലും ഓൻ കേൾക്കുമെന്ന് അത് എനിക്കറിയാം. എന്തായാലും നമുക്കൊന്നും നണ്ട ഇറങ്ങുക. അന്ന് മോള് സ്കൂൾ കഴിഞ്ഞ് വരുന്നത് നോക്കി നിൽക്കുകയാണ് ഉമ്മയും ഉപ്പയും. കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. ഇനിയിപ്പോൾ ഓൾക്ക് ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. കാരണം ഒന്നങ്ങനെ ആയതുകൊണ്ട് തന്നെ ഓൾക്ക് കല്യാണത്തിന് ഇപ്പോൾ താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ ഇതിപ്പോൾ കിട്ടൽ നല്ലൊരു കിട്ടലാണ്. ഇത് കയ്യിൽ നിന്നാണ് നഷ്ടപ്പെട്ടാൽ പോവുകയും ചെയ്തു. നമ്മളെ മോൾക്ക് ഒരു ജീവിതം വേണ്ടേ? അന്ന് നുസൈബയുടെ ക്ലാസ് കുറച്ച് നേരത്തെ വിട്ടിട്ടുണ്ട്. അവളും ഷിഫയും അതാ ആ മൊബൈൽ ഷോപ്പിൻ്റെ മുമ്പിലൂടെ പോവുകയാണ് ബസ് സ്റ്റോപ്പിലേക്ക്. അവിടെ ഷമ്മാസ് ഉണ്ടായിരുന്നു. ഷമ്മാസ് ശരിക്കും നുസൈബയെ കണ്ണിറയെ കണ്ടു. ഷമ്മാസ് കരുതി അവളുടെ ആ ഹിജാബ് ഒന്ന് പൊക്കിയിരുന്നെങ്കിൽ
അവളുടെ മുഖമൊന്ന് കാണാൻ വല്ലാതെ കൊതിയാകുന്നു. പക്ഷേ എങ്ങനെ പറയും? എല്ലാം ആകെ തടസ്സങ്ങളായി നിൽക്കുകയാണ്. വീട്ടിലേക്ക് ചെന്നാൽ എല്ലാവരും രണ്ടാം കെട്ടുകാരിയെ കല്യാണം കഴിക്കുന്നു എന്ന് പറഞ്ഞ് ഭയങ്കര പ്രശ്നം. ഉമ്മയടക്കം ഇപ്പോൾ എന്നോട് എന്തോ ഒരു മൂകതയിലാണ്. അതെന്തെങ്കിലും ആയിക്കോട്ടെ, അവർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, സമ്മതിക്കരുത്, സമ്മതിച്ച് കൊടുക്കരുത് എന്നൊക്കെ. പിന്നിപ്പോൾ പഠിച്ചോനെ, ഞാൻ എൻ്റെ മനസ്സിലേക്ക് ആഗ്രഹിച്ച ഒരേ ഒരാൾ അത് ആ പെണ്ണാണ്. അതെ, അവൾ രണ്ടാം കെട്ടുകാരിയാണെങ്കിലും എന്തൊക്കെ തന്നെയാണെങ്കിലും അവളെ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. എന്തിനാണ് മറ്റുള്ളവർ ഇതിലിടപെട്ട് ഇതില്ലാതാക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്. ഉമ്മ എന്തൊക്കെ തന്നെ പറഞ്ഞാലും എപ്പോഴും എൻ്റെ ഭാഗത്ത് തന്നെയായിരുന്നു. പക്ഷേ 2 ദിവസമായിട്ട് ഇപ്പോഴിതാ ഉമ്മാക്ക് ആ ഒരു പഴയ സന്തോഷം മുഖത്തില്ല. അത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അതെ, മറ്റത് ഉമ്മ അങ്ങനെയല്ലായിരുന്നു. ഇപ്പോഴിതാ ഉമ്മക്ക് എന്തൊക്കെയോ ഒരു മൂകത. ആരൊക്കെയോ എന്തൊക്കെയോ വിഷം കുത്തിവെച്ചിട്ടുണ്ട്. അതിൻ്റേതാവാം ഉമ്മാക്ക്. അല്ലാതെ ഉമ്മ എന്നെ ഒരിക്കലും വേദനിപ്പിക്കാറില്ല. ഇപ്പോൾ എനിക്ക് ഉമ്മാൻ്റെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു ഭയമാണ്. ഉമ്മ എന്തെങ്കിലും പറയുമോ എന്ന് വിചാരിച്ച്. ശരിയാണ്, ഏതൊരു ഉമ്മാക്കും ഉപ്പാക്കുമായാലും തൻ്റെ പ്രിയപ്പെട്ട മകൻ ആദ്യമായി വിവാഹം കഴിക്കുമ്പോൾ അത് ഒരു നല്ല കുട്ടിയെ അല്ലെങ്കിൽ നല്ല ഫ്രഷ് കുട്ടിയെ വിവാഹം കഴിക്കണം എന്ന് തന്നെയായിരിക്കും എല്ലാവർക്കും ആഗ്രഹം. ആർക്കും ഇഷ്ടമുണ്ടാവില്ല ഒരു രണ്ടാം കെട്ടുകാരിയെ. പക്ഷേ എനിക്ക് അതൊന്നും ഒരു വിഷയമേ അല്ല. അവളുടെ മനസ്സെനിക്ക് അറിയും എന്ന് തോന്നുകയാണ്. അവളെക്കുറിച്ച് കൂടുതൽ അറിയാൻ നല്ല താല്പര്യമുണ്ട്. പക്ഷേ എങ്ങനെ? അന്നതാ ഷിഫയും നുസൈബയും ഷോപ്പിനടുത്ത് കൂടെ നടന്നു പോകുമ്പോൾ ഷിഫ നുസൈബയെ തോണ്ടിക്കൊണ്ട് പറയുന്നു, ഡി നുസൈബ, ദേ അങ്ങോട്ട് നോക്ക്. എന്താടി? ഏയ് നോക്കടേ, നിന്നെ ആ രാജകുമാരൻ നോക്കുന്നേ കണ്ടില്ലേ? എത്രമാത്രം ആകാംക്ഷയോടെയാണ് നോക്കുന്നത്, നീ ശ്രദ്ധിച്ചോ? ഹേയ് ഇല്ലടി, അതങ്ങനെ നമ്മൾ നോക്കാൻ പാടില്ലല്ലോ. നീ ഒന്ന് നോക്കടി, നിന്നെ കാണാൻ കാത്തിരിക്കുകയാണെന്ന് തോന്നുന്നുണ്ട്. എന്നാൽ ഞാനൊന്ന് ഷോപ്പിൽ കയറിയിട്ട് വരാട്ടോ. നീയും വാ. എടി ഞാനില്ല, ഞാനിവിടെ നിന്നോളാം. അത് പറ്റില്ലടി. അല്ലടി ഞാനില്ല, എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ വരുന്നില്ല, ഞാനിവിടെ നിന്നോളാം. ഷിഫ ഏതാ മൊബൈൽ ഷോപ്പിലേക്ക് കയറി എന്തോ ചോദിക്കുന്നു. നുസൈബ പുറത്തായിരുന്നു. ഷമ്മാസ് ചോദിച്ചു, ഹിജാബി എന്താ ഷോപ്പിൽ കയറാത്തത്? ഷമ്മാസ്ക, ഓൾക്ക് നാണാണ്, ഓൾ അതിനൊന്നും വരൂല. പിന്നെ എൻ്റെ അന്വേഷണം പറഞ്ഞേക്കണേ, ഞാൻ അന്വേഷിച്ചു എന്ന് പറയണം. അല്ല ഷമ്മാസ്ക, നിങ്ങളുടെ മുഖത്തെന്താ വല്ലാതൊരു ടെൻഷൻ ഉണ്ടല്ലോ, എന്ത് പറ്റി? അത് ഒന്നുമില്ല, അത് വെറുതെ. അല്ല എന്തോ ഒന്നുണ്ട്, അത് നിങ്ങൾക്കൊക്കെ തോന്നുന്നതാ. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. അവർ അതാ മൊബൈൽ ഷോപ്പിൽ നിന്ന് ഇറങ്ങുന്നു. നുസൈബ പുറത്തുണ്ട്. ഷിഫ അവളെ തോണ്ടിക്കൊണ്ട് പറഞ്ഞു, ഡി നിന്നോട് ഷമ്മാസ് അന്വേഷണം പറഞ്ഞാൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് കേട്ടപ്പോൾ നുസൈബ വെറുതെ ഒന്ന് തിരിഞ്ഞു നോക്കി. അതെ, ഷമ്മാസ്ക തന്നെ നോക്കുന്നുണ്ട്. എന്തിനായിരിക്കും ഷമ്മാസ് എന്നെ നോക്കുന്നത്? എൻ്റെ അവസ്ഥകളും സ്ഥിതികളെല്ലാം ഷമ്മാസ് അറിഞ്ഞിട്ടുണ്ട്, അതുറപ്പാണ്. പിന്നെയും എന്തിനാണ്? ഒരിക്കലും അവൻ്റെ ജീവിതത്തിലേക്ക് അവൻ എന്നെ കൂട്ടിക്കൊണ്ടു പോകില്ല, അതെനിക്കറിയാം. കാരണം അതെന്താണെന്ന് വെച്ചാൽ ഞാൻ മറ്റൊരുത്തൻ്റെ ഭാര്യയായിരുന്നു 8 മാസത്തോളം. ഇപ്പോഴാണ് ഡൈവേഴ്സൊക്കെ ആയത്. അത് കാരണം ആർക്കും എന്നെ ഇഷ്ടാവില്ല, അതെനിക്കറിയാം. ഇനി എനിക്ക് കിട്ടുകയാണെങ്കിൽ തന്നെ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളുള്ള ഭർത്താക്കന്മാരെയൊക്കെ കിട്ടുകയുള്ളൂ. ശരിക്കും നല്ല ആളുകളെ ഒന്നും കിട്ടില്ലായിരിക്കും. സാരമില്ല, പഠിച്ചവൻ്റെ വിധി. നുസൈബയുടെ കണ്ണുകൾ നിറയുന്നു. അവർ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നെടുക്കുമ്പോൾ അതാ ഷമ്മാസ് അവരുടെ ആ ഷോപ്പിൻ്റെ ഗ്ലാസ് ഇട്ട മറ്റേ ഭാഗത്തുകൂടെ അതാ നോക്കുന്നു. ഹിജാബിയും അവരെല്ലാവരും കൂടെ അതാ ബസ് സ്റ്റോപ്പിൽ. ഷമ്മാസ് വെറുതെ നോക്കി നിന്നു. തനിക്ക് ഇവളെ ലഭിക്കുമോ ഇല്ലയോ എന്നൊന്നും പറയാൻ പറ്റില്ല. നുസൈബ അതാ വെറുതെ ഒന്ന് മുകളിലേക്ക് നോക്കിയപ്പോൾ തന്നെ അതാ ഷമ്മാസ് നോക്കി നിൽക്കുന്നു. ഒരു നിമിഷം അവൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ, പഠിച്ചോനെ, എന്തിനാണ് ഈ ഷമ്മാസ്ക്ക് എന്നെ ഇങ്ങനെ നോക്കുന്നത്? അദ്ദേഹത്തിന് അറിയില്ലേ എൻ്റെ അവസ്ഥകളൊക്കെ? ഒരിക്കലും എന്നെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടില്ല. എൻ്റെ അവസ്ഥകളും അനുഭവങ്ങളൊക്കെ
പറഞ്ഞു കേട്ടാൽ ഒരിക്കലും അദ്ദേഹം എന്നെ സ്വീകരിക്കുകയുമില്ല. പിന്നെ എന്തിനാണ്? ഷിഫ അവളോട് പറയുന്നു, ഡി ഷമ്മാസ് നിന്നെ നല്ലോണം കണ്ണു വെച്ചിട്ടുണ്ട് കേട്ടോ. എടി എന്തിനാണ്? എൻ്റെ അവസ്ഥകളൊക്കെ അറിഞ്ഞാൽ ആരും എൻ്റെ കൂടെ വരില്ല. അവർക്കൊന്നും അറിയില്ലല്ലോ ഞാൻ കല്യാണം കഴിച്ച പെണ്ണാണെന്ന്. എടി പെണ്ണെ, അതൊക്കെ അറിയായിരിക്കും. അതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് നോക്കുന്നേ തോന്നുന്നുണ്ട്. അല്ലാതെ. അപ്പോഴേക്കും അതാ ബസ് വരുന്നു. അവരെല്ലാവരും ബസ്സിൽ കയറി. നുസൈബ ഒന്ന് തിരിഞ്ഞു നോക്കി. അതെ, ഷമ്മാസ് അവിടെ തന്നെയുണ്ട്. ഷോപ്പിന് മുകളിൽ നിന്ന് ഷോപ്പിൻ്റെ മുകളിൽ നിന്ന് അങ്ങോട്ട് നല്ല വ്യൂ ആണ്. നുസൈബ ബസ്സിൽ കയറി പോകുന്നതും ഷമ്മാസ് നോക്കി നിന്നു. പഠിച്ചോനെ, മനസ്സിൽ ആഗ്രഹിച്ച ഒരേ ഒരു പെണ്ണ് അത് മാത്രമാണ്. അവളെ എനിക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞെങ്കിൽ അതെങ്ങനെ? എല്ലാം കൊണ്ടും വളരെയധികം സങ്കടത്തിലാണ്. വീട്ടുകാരാണെങ്കിൽ അങ്ങനെ, എൻ്റെ മനസ്സിലാണെങ്കിൽ അവളെക്കുറിച്ചുള്ള ഓർമ്മകൾ മാത്രവും. അവൾക്ക് എന്നെ ഇഷ്ടപ്പെടുമോ എനിക്കറിയില്ല. ഒരു പക്ഷേ അവൾ പഠനത്തിൽ മുഴുകി നിൽക്കുകയാണെങ്കിലോ, ഇനിയൊരിക്കലും വിവാഹമെന്ന് ആ സ്വപ്നമേ വേണ്ട എന്ന ചിന്താഗതിയാണെങ്കിലോ, എന്തൊക്കെ തന്നെയായാലും വേണ്ടില്ല, എൻ്റെ ഇഷ്ടം അവളോട് പറയണം, തുറന്ന് പറയണം. എങ്കിൽ മാത്രമേ അവൾക്ക് എന്നോട് അല്പമെങ്കിലും സ്നേഹം ഉണ്ടാവുകയുള്ളൂ. അവളുടെ നമ്പറൊന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല. പക്ഷേ ഷിഫയുടെ നമ്പറുണ്ട്. എന്തോ ഒരു കാര്യത്തിനൊക്കെ അന്ന് ആ ഫോൺ നന്നാക്കേണ്ട കാര്യത്തിനൊക്കെ തന്നത് ഷിഫയുടെ നമ്പറായിരുന്നു. ആ നമ്പറിലേക്ക് വിളിച്ച് പറഞ്ഞാൽ, ഹേയ് അത് വേണ്ട, അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയച്ചാലോ, അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ ഒരു മെസ്സേജ് വേണ്ട, അതെല്ലാം ഷിഫക്കായിരിക്കും. ഒരു പക്ഷേ ഷിഫ തെറ്റിദ്ധരിക്കും ഷമ്മാസിന് എന്നോടാണ് സ്നേഹം എന്നൊക്കെ. ഹേയ് അത് വേണ്ട, ഒരിക്കലും. പറയുകയാണെങ്കിൽ അത് നുസൈബയോട് നേരിട്ട് പറയണം, അല്ലെങ്കിൽ അവളുടെ ഫോണിലേക്ക് മെസ്സേജ് അയക്കണം. അതിന് നമ്പർ സംഘടിപ്പിക്കുക. അത് നേരിട്ട് ചോദിക്കാനും പറ്റില്ല. ഇനി എന്താണൊരു വഴി? ഷമ്മാസ് ആലോചിക്കുകയാണ്. നുസൈബ അതാ ബസ് ഇറങ്ങി വീട്ടിലേക്ക് നടക്കുന്നു. വീട്ടിൽ ഉമ്മയും ഉപ്പയും അവളെ അവിടെ കാത്തിരിക്കുകയാണ്. നുസൈബ അകത്തേക്ക് കയറുന്നു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. മോൾ അകത്തേക്ക് കയറി ഫ്രഷായി അതാ നിസ്കരിക്കുന്നു. നിസ്കാരമെല്ലാം കഴിഞ്ഞ് അപ്പോഴേക്കും ഉമ്മ ചായയൊക്കെ എടുത്തു വെച്ചു. ഉമ്മ പറഞ്ഞു, മോളെ ഇന്ന് എൻ്റെ കുട്ടീനെ ഒരു കൂട്ടർ കാണാൻ വരുന്നുണ്ട്. ഉമ്മ, അതേ മോളെ, ഇന്ന് വൈകുന്നേരം വരും, എൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ട് എന്നാണ്. പിന്നെ നല്ല ഉള്ളവരാണല്ലോ ഉമ്മ, ഉള്ളവർ, സാമ്പത്തിക ശേഷി ഉള്ളവർ എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ നമ്മൾ അന്നത്തെ കല്യാണം കഴിച്ചത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണോ? ഒരിക്കലും എനിക്ക് ആഗ്രഹമില്ല ഉമ്മ അങ്ങനെ ഒരു വിവാഹം. മോളെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ കുട്ടി ഒന്ന് ഓലെ മുമ്പൊക്കെ ഒന്ന് നിന്ന് കൊടുത്താണ്ടി. ഇനി പറ്റിയാലും പറ്റിയിട്ടില്ലെങ്കിലും, പറ്റിയില്ലെങ്കിൽ നമുക്കെന്നെ ഒഴിവാക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം കല്യാണം കഴിച്ചാൽ മതി, വേറൊന്നും വേണ്ട. ഉമ്മ എന്തിനാണ് എന്നെ ആളുകളുടെ മുമ്പിലേക്ക് വെറുതെ പറഞ്ഞേക്കുന്നത്? മോളെ അത് പറഞ്ഞാൽ പറ്റൂലല്ലോ. എന്തായാലും കാര്യങ്ങളൊക്കെ ഇവിടം വരെ എത്തില്ല. ഓല് ഇങ്ങനെ തിരക്കൂട്ടാണ്. ഇന്നലെ വരാൻ നിന്നു, പിന്നെ എന്നാക്കിയതാണ്. എന്ത് ഈ പറയണത്? എൻ്റെ മോള് ഒന്ന് നിന്ന് കൊടുത്താളാ. എൻ്റെ ഉമ്മാനും ഇപ്പാനും വിചാരിച്ചിട്ട് ഇന്നെ വിചാരിക്കണമില്ല, എൻ്റെ സുഖമില്ലാത്ത വാപ്പാനെങ്കിലും വിചാരിച്ചിട്ട് നിന്ന് കൊടുത്താളാ. കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സത്തെ പൂതി കൊണ്ടാണ്. പേടിയാണ്, ഏത് സമയവും എന്തും സംഭവിക്കുമെന്ന് ബാപ്പാക്ക് പേടിയുണ്ട്. ബാപ്പ ഇരിക്കണ കാലത്തെങ്കിലും കുട്ടീനെ ഒന്നങ്ങോട്ട് പറഞ്ഞയച്ച് കിട്ടിയാൽ വലിയ റാഹത്തല്ലേ. അതുകൊണ്ടാണ് മോളെ എൻ്റെ താഴെ വളർന്നു വരുന്ന പെൺകുട്ടികളെ ഈ കണ്ടില്ലേ, ഇന്നല്ലെങ്കിൽ നാളെ അവരെയും കെട്ടിച്ച് വിടേണ്ടതല്ലേ. അപ്പോൾ മൂന്നാളും കൂടി ഒരുമിച്ച്. ഉമ്മ എന്തുമ്മ നിങ്ങൾ പറയണത്? ഞാൻ പഠിക്കാൻ പോവല്ലമ്മ. ഞാൻ എൻട്രൻസ് എക്സാം എഴുതാൻ വേണ്ടി നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് പഠിക്കണം, പഠിച്ചു കഴിഞ്ഞ് ജോലി നേടണം. അതൊക്കെയാണല്ലോ ഉമ്മ ഞാൻ വിചാരിച്ചത്. നിങ്ങൾ എന്തിനൊപ്പം ഇതിന് നിന്നത്? നുസൈബയുടെ കണ്ണുകൾ നിറഞ്ഞു. എൻ്റെ പൊന്നു മോളെ, നിന്നതല്ല, ഒരിക്കലും ഇങ്ങോട്ട് വന്നതാണ്. ഒരിക്കലും ആഗ്രഹമല്ലായിരുന്നു ഇപ്പോൾ ഒരു കല്യാണത്തെക്കുറിച്ച്. പക്ഷേ പിന്നെ വരികയല്ലേ, ഇങ്ങനെ ബ്രോക്കർ വിളിക്കുകയാണ്. അതുമല്ല, എല്ലാം കൊണ്ടും നല്ലതാണ്. നിങ്ങൾക്കും നിങ്ങളെ കുടുംബത്തിനും കഴിയാനോ അതിൻ്റെ അപ്പുറമുള്ളതും ഇവിടെ ഉണ്ട്. അങ്ങനെയാണ് ഇങ്ങനെയാണ്, പെൺകുട്ടികളല്ലേ. പിന്നെ അതും പറഞ്ഞു, രണ്ടാം കെട്ടുകാരിയല്ലേ,
അങ്ങനെയൊന്നും കിട്ടൂല, കിട്ടണത് വെറുതെ കളയണ്ട. അത് കേട്ടപ്പോൾ നുസൈബ ഞെട്ടിപ്പോയി. അതെ, രണ്ടാം കെട്ടുകാരിയല്ലേ? ആ ഒരു വാക്ക് എൻ്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞു. അല്ലെങ്കിലും ഒന്ന് വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൾ രണ്ടാം കെട്ടുകാരിയായി. അതെ, അവൾ രണ്ടാം നമ്പറാണ് പിന്നെ സ്ഥാനം. ഒരിക്കലും ഒരു ഫ്രഷ് പെൺകുട്ടിയുടെ സ്ഥാനം അവിടെ ലഭിക്കില്ല. അതിപ്പോൾ എന്തൊക്കെ തന്നെ ആയാലും ഒരാളുടെ നിക്കാഹ് കഴിഞ്ഞ ഭാര്യയായി കഴിഞ്ഞാൽ പിന്നെ അതാണ് പേര്. ഒരിക്കലും അവൾ ഫ്രഷ് കെട്ടിക്കാത്ത പെൺകുട്ടിയല്ല. പഠിച്ചോനെ, എനിക്ക് അങ്ങനെ ഒരു പേര് വരെ വീണ് കഴിഞ്ഞു. ഞാൻ എന്തിനു ചെയ്യുക? എൻ്റെ മോള് സങ്കടപ്പെടില്ലേ? പിന്നെ ചെക്കനെ ഒന്ന് വന്ന് കണ്ടോട്ടെ. എൻ്റെ കുട്ടി ഒന്നും നോക്കൊന്നും വേണ്ട, ഒന്ന് ആ ഒരു ചായ ഒന്നാണ് കൊണ്ടുപോയി കൊടുത്താൽ മതി. പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു പോരാ. എൻ്റെ കുട്ടിക്ക് ഒന്നും ചോദിക്കാനും പറയാനും നിൽക്കണ്ട. ഏതായാലും ഒരു പറഞ്ഞതല്ലേ, ആ പറഞ്ഞ സ്ഥിതിക്ക് ഒരു കടമക്ക് വേണ്ടി മാത്രം. ഉമ്മ എന്തിനാണ് എന്നെ ഇങ്ങനെ? മോളെ എന്താ ചെയ്യുക, ഞമ്മക്കിങ്ങനെ വിധിയായി പോയില്ലേ? ഇതെല്ലാം രക്ഷയില്ല. എൻ്റെ കുട്ടി ഒന്നും എനിക്ക് മോൾക്ക് പറ്റിയില്ലെങ്കിൽ എനിക്ക് പറ്റിയിട്ടില്ല, ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കൂല എന്ന് തന്നെ പറഞ്ഞോണ്ടേ. അല്ലാതെ വേറൊന്നും ഞങ്ങൾ ഉമ്മ ഇപ്പം നിർബന്ധിക്കൂല തന്നെ. എൻ്റെ ഇഷ്ടമാണ്. പക്ഷേ ഇതാ ബ്രോക്കർ അയാളിങ്ങനെ വന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ. ഉമ്മ, ഞാൻ മോളെ ഈ നമ്മളൊപ്പാക്കും വേണ്ടി ഒന്ന് നിന്ന് കൊടുത്താൾ എൻ്റെ കുട്ടി. എന്തായാലും ഓലിങ്ങനെ വരാമെന്ന് പറഞ്ഞതല്ലേ, പിന്നെ ഇപ്പോൾ പിടിച്ച് നമ്മൾ വരണ്ടാന്ന് പറയുമ്പോൾ ഒരു മോശമല്ലേ? ഓല് വിചാരിക്കൂലേ ആ പെൺകുട്ടിക്ക് വേറെ എന്തെങ്കിലും വല്ല ബന്ധം ഉണ്ടാവും, അങ്ങനെ ഇങ്ങനെയൊക്കെ തെറ്റിദ്ധരിക്കൂലേ? നുസൈബക്ക് എന്ത് പറയണമെന്നറിയാതെ അവളാകെ പകച്ചു നിൽക്കുകയാണ്. ജീവിതത്തിൽ ഞാൻ വീണ്ടും ഒരു പാവയാകാൻ പോകുന്നു എന്നുള്ള സത്യം അവൾ മനസ്സിലാക്കുന്നു. തൻ്റെ പ്രതീക്ഷകളും ചിന്തകളും എല്ലാം അതാ പറന്നുയർന്ന പോലെ അവൾക്ക് തോന്നി. എല്ലാം അസ്തമിക്കുകയാണോ? ഒരു നിമിഷം അവളുടെ കണ്ണിൽ ഇരുട്ടടക്കുന്നത് പോലെ തോന്നുന്നു. മോളെ, ഉപ്പ അതാ വിളിക്കുന്നു. ഉപ്പാൻ്റെ കുട്ടി ഉപ്പാക്ക് വേണ്ടി ഒന്ന് നിന്ന് കൊടുത്താളേ. അല്ല എന്താ ചെയ്യുക, നമ്മളെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിപ്പോയില്ലേ? സാരില്ല, എൻ്റെ കുട്ടിക്കൊന്നും പറ്റില്ല. എൻ്റെ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ ഉപ്പ അതിന് നിൽക്കുള്ളൂ. അതൊക്കെ എൻ്റെ കുട്ടീൻ്റെ ഇഷ്ടമാണ്. ഇനി ഒരിക്കലും ഉപ്പാൻ്റെ ഇഷ്ടമല്ല കേട്ടോ, ഉപ്പാൻ്റെ ഉമ്മാൻ്റെ ഒന്നുമല്ല. എൻ്റെ കുട്ടിക്ക് പറ്റിയെങ്കിൽ നമുക്ക് ഒന്ന് നോക്കിയാൽ മതി. എന്നാലും ഓല് വിളിച്ച് പറഞ്ഞതല്ലേ, ആ ഒരു മാന്യതയ്ക്ക് വേണ്ടിയിട്ടെങ്കിലും എൻ്റെ കുട്ടി ഒന്ന് അങ്ങോട്ട് മുന്നിലേക്ക് വന്നോണ്ടി. ഉപ്പ, മോളെ സങ്കടപ്പെടേണ്ട. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മോളുടെ ഇഷ്ടമാണ് ഇനി മുതൽ ജീവിതം എന്ന്. അന്ന് ഇപ്പോൾ കെട്ടിച്ചു, നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് കെട്ടിച്ചത്. ഒക്കെ നല്ലതായിരുന്നു പക്ഷെ ഓൻ്റെ സ്വഭാവം അതങ്ങനെ ആയതുകൊണ്ടല്ലേ. അതൊന്നും സാരില്ല. നമുക്ക് ഹയറാണെങ്കിലും നല്ലതാണെങ്കിലും മാത്രം നോക്കി കെട്ടിച്ചാൽ മതി. മോള് അങ്ങനെയാണെങ്കിൽ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഇഷ്ടമല്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു കുഴപ്പമില്ല. ഉപ്പയുടെ ആ ഒരു വാക്കിനെ വില കൽപ്പിച്ചുകൊണ്ട് അവളതാ അതിനു വേണ്ടി തയ്യാറാവുകയാണ്. പെട്ടെന്ന് ഒരു കാറിൻ്റെ ഹോണടി കേൾക്കുന്നു. അതാ ഒലി വന്നെന്ന് തോന്നുന്നു. ഉമ്മ ബേജാറായി അടുക്കളയിലേക്ക് ഓടി ചായക്ക് വെള്ളം വെക്കാൻ വേണ്ടിയിട്ട്. ആ ചുവന്ന കാറിൻ്റെ ഡോർ തുറന്നുകൊണ്ട് അതാ ബ്രോക്കറും ഹുസൈൻ ഹാജിയും കയറി വരുന്നു. ഉപ്പ കാറിൻ്റെ ബാക്ക് സീറ്റിലേക്ക് നോക്കി. അത് തുറക്കുന്നുണ്ടോ എന്നറിയാൻ. ഇല്ല, ആ ഡോർ തുറക്കുന്നില്ല. അപ്പോൾ മകൻ വന്നിട്ടില്ലേ? ഉപ്പ ഒരു നിമിഷം ചിന്തിച്ചു. കയറിയിരിക്കി. എന്തൊക്കെ വർത്താനം, സുഖല്ലേ? ആ സുഖമാണ്, റാഹത്തായിട്ട് പോണ്. കയറിയിരിക്കി. അല്ല, മോൻ വന്നിട്ടില്ലേ? നുസൈബയുടെ ഉപ്പ ചോദിച്ചു. അത് കേട്ടപ്പോൾ ഹുസൈനാജി ഒന്നും മിണ്ടിയില്ല. ഇല്ല, ഓൻ എത്തിയിട്ടില്ല. അപ്പോൾ നുസൈബാൻ്റെ ഉപ്പ വിചാരിച്ചു, പിന്നെ ഇപ്പം എന്താണ് ഇത്ര ധൃതി പിടിച്ച് ഇവർ ഇപ്പോൾ തന്നെ വന്നത്? എന്താണാവോ? അല്ല, എന്തൊക്കെയാണ് ഇപ്പം എൻ്റെ വർത്താനം? ഇങ്ങനെ പോണ്. ഇപ്പം പണിക്കൊന്നും വരാത്തതുകൊണ്ട് ചിലവൊക്കെ അങ്ങനെ കഴിഞ്ഞു പോണിയേ. ചിലവൊക്കെ അങ്ങനെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അങ്ങനെ കഴിഞ്ഞു പോണ്. അല്ല, മോളിപ്പോൾ പഠിക്കുകയാണല്ലേ? ആ, ഓള് എൻട്രൻസ് കോച്ചിങ്ങിനാണ്. അത് കഴിഞ്ഞ് കിട്ടുകയാണെങ്കിൽ MBBS ചേർത്തണം, അതാണ് ആഗ്രഹം. അല്ല, അപ്പം ഇജ്ജൊക്കെ വലിയ മുതലാളി ആവുമല്ലോ മോള് ഡോക്ടറൊക്കെ ആയി കഴിഞ്ഞാലല്ലേ? അതൊന്നും
ഇജി ഒരു പേടിയും പേടിച്ചിട്ടുണ്ടോ? ഇനിയിപ്പോൾ എൻട്രൻസിന് സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഇജി പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. അതാ കുട്ടീനെ നമ്മൾ പഠിപ്പിക്കും, ഒരു കുഴപ്പവും ഉണ്ടാവില്ല. അതിന് എത്ര ലക്ഷം ഇറക്കണം അതിന് ഹുസൈനാജി തയ്യാറാണ്. എനിക്കറിയില്ലേ എന്നെ പറ്റി? ആ, നിങ്ങളെ പറ്റി എനിക്കറിയാം, കാരണം ഞാനും അവിടെ കുറേ നിന്നതല്ലേ. ആ, അതാണ് പറഞ്ഞത്. കുട്ടിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, എല്ലാം കൊണ്ടും കുട്ടിക്ക് സുഖമായിരിക്കും. ഉപ്പ എന്ത് പറയണമെന്നറിയാതെ ഒരു നിമിഷം പരുങ്ങിപ്പോയി. സത്യത്തിൽ ഇയാൾ എന്താണ് ഈ പറയുന്നത് എന്ന് വരെ ഉപ്പാക്ക് തോന്നിപ്പോയി. എവിടെ കുട്ടീനെ ഒന്ന് കണ്ടാട്ടെന്നാലേ? ഉമ്മ അടുക്കളയിൽ നിന്ന് നുസേബിയോട് പറയുന്നു. മോളെ നുസേ, പിന്നെ പുതിയാപ്പിള വന്നിട്ടില്ല തോന്നുന്നുണ്ട്. ഇത് പുതിയാപ്പിളിൻ്റെ ഉപ്പയാണ് തോന്നുന്നുണ്ട്. ഉമ്മ, അപ്പോൾ എന്തിനാണ് ഞാൻ ഇനി പോകുന്നത്? അതെ, എന്നാലും മൂപ്പർക്ക് എന്നെ ഒന്ന് കാണ്ടിരേ. ചിലർക്ക് പലയിടത്തും അമ്മോഷങ്ങക്കാരാണ് പെൺകുട്ടികളെ കാണാൻ വരില്ലേ ആദ്യം, അത് കഴിഞ്ഞിട്ടേ മക്കളെ പറഞ്ഞേക്കുള്ളൂ. എന്നാലും ഇപ്പോൾ ഇത് ഭാഗ്യമല്ലേ, കാരണം ആ ചെറുക്കനെ തീരെ കെട്ടിയിട്ടില്ലല്ലോ. ഇപ്പം അങ്ങനെയാണ് പറഞ്ഞത്. ഇപ്പം നേരെ രണ്ട് ഗൾഫൊക്കെ പോയിട്ടുള്ളൂന്നോ അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടത്. ഉമ്മ, എന്തിനാ അമ്മ ഞാൻ വെറുതെ? മോളെ ഒന്നാണ് ചെന്നാളാ. ഉമ്മ അപ്പോഴേക്കും നല്ല ചായ ഉണ്ടാക്കി അതാ ട്രേയിൽ വെച്ച് കൊടുക്കുന്നു. മോളെ ഇതിട്ടാണ് ചെന്നോ. ഉപ്പ അപ്പോഴേക്കും കടന്നു വന്നു. പിന്നെ ചെക്കന് വന്നിട്ടില്ല, ഓൻ്റെ ഇപ്പാണ് വന്നിക്കണത്. അപ്പോൾ എൻ്റെ കുട്ടീൻ്റെ ഹിജാബ് ഒന്ന് അങ്ങോട്ട് പൊക്കേണ്ടി വരും കേട്ടോ. ഉപ്പ, അത് അല്ല മോളെ, ആ പറഞ്ഞിട്ട് കാര്യമില്ല, അത് നിർബന്ധമാണല്ലോ ഞമ്മക്ക് കാണലേ. അപ്പോൾ ആ ബ്രോക്കറൊക്കെയല്ലേ അവിടെ, അത് സാരല്ല. ഇനിയിപ്പോൾ എന്തപ്പോൾ ചെയ്യുക, നമ്മളിപ്പോൾ കല്യാണമൊക്കെ ആകുമ്പോൾ അങ്ങനെ ഒന്ന് കണ്ടു വിചാരിച്ച് കണ്ട് മുഖമല്ലേ കാണുന്നു, വേറെ ഒന്നുമില്ലല്ലോ. നുസൈബ ഷാൾ കൊണ്ട് മുഖം മറച്ചുകൊണ്ട് അതാ ഉപ്പയുടെ പിന്നാലെ. ഉമ്മ ചായയുടെ ട്രേ അവളുടെ കയ്യിൽ കൊടുത്തു. നുസൈബ ഷാള് മുന്നിലേക്കിട്ടുകൊണ്ട് അതാ ചായയുടെ ആ ട്രേ അതാ ആ ടീപ്പോയുടെ മുകളിൽ കൊണ്ടുപോയി വെക്കുന്നു. അവൾ ആരുടെ മുഖത്തേക്കും നോക്കിയില്ല. അവൾ പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറിപ്പോന്നു. ഹുസൈനാജി ആ പെൺകുട്ടിയുടെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി. അതിനിടയ്ക്ക് മജീദിനോട് ഒരാംഗ്യവും കാണിച്ചു കൈകൊണ്ട്, വാവ് സൂപ്പർ എന്നുള്ള രീതിയിൽ. അവർ ചായ കുടിക്കുന്നതിനിടയിൽ ഉപ്പ ചോദിച്ചു, അല്ല മോനിഞ്ഞിപ്പോൾ എന്നാ വരിക? അതൊക്കെ പറയാം, ഇജ്ജ് ബേജാറാവല്ലേ. എന്തായാലും എൻ്റെ കുട്ടി 10 മാറ്റി കുട്ടിയാണ് കേട്ടോ. ഉപ്പക്ക് മനസ്സിലായി. അദ്ദേഹത്തിന് അവളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇനി മോനക്ക് ഇഷ്ടപ്പെടുമോ എന്തോ ആവോ. ഹുസൈനാജി ഉപ്പയോട് ഓരോന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതെ, അനക്ക് എന്തൊക്കെ തന്നെയായാലും ഈ ഒരു ബന്ധം കൊണ്ട് അനക്കൊരു മോശം ഉണ്ടാവില്ല. കാരണം അനക്ക് ഇനിയും ഉണ്ടായിരുന്ന താഴത്ത് 2 കുട്ടികൾ ഇതാ വളർന്നു വരണേ. ഓൽക്കൊക്കെ കല്യാണം വേണം. ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ പണ്ടത്തിൻ്റെ വില എനിക്കറിയില്ലേ എത്രയാണ്, പൊരിഞ്ഞ വിലയാണ്. ഈ ഒരു സമയത്ത് നമ്മളെ കുട്ടികളെ കയ്യുമ്പക്കും കാൽമുക്കും ഓരോ പവന് വാങ്ങിക്കൊടുക്കാറുണ്ട്. അനക്ക് കയ്യൊപ്പതിന് കഴിയൂല. കാരണം എന്താ, അനക്ക് വല്ലപ്പോഴും കിട്ടുന്ന കൂലിപ്പണിയല്ലേ ഉള്ളത്. അതുകൊണ്ട് കുടുംബം പോറ്റിട്ട് വേണ്ടേ. അതിൻ്റെ ഇടയ്ക്ക് ഈ 53, 54, 55 ഉള്ള ഈ ഒരു പവന് ഉള്ള സമയത്ത് ഒരു പവൻ വാങ്ങണമെങ്കിൽ തന്നെ 10 രൂപേൻ്റെ മേലെ വരും പണിക്കൂലിയും കൂടുമ്പോൾ. അങ്ങനെ എന്നെക്കൊണ്ട് കഴിയുമോ? അതൊക്കെ പഠിച്ചവൻ്റെ അടുത്തല്ലേ ആജിയരെ, അതൊക്കെ എങ്ങനെയെങ്കിലും കഴിഞ്ഞോളും. അതിനെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ ടെൻഷനായിട്ട് കാര്യമില്ലല്ലോ. എൻ്റെ മോളിപ്പോൾ ഏതായാലും പഠിക്കണം, അവൾക്കിപ്പം പഠിക്കാനാണ് ആഗ്രഹം. ഇപ്പോൾ കല്യാണത്തിനെ കുറിച്ചൊന്നും വിചാരിച്ചിട്ടേ ഇല്ല. അതൊക്കെ ശരിയാണ്, കുട്ടികൾ പഠിക്കുകയൊക്കെ ചെയ്തോട്ടെ. എന്നാലും കുറച്ചൊക്കെ എന്നിട്ട് കഴിഞ്ഞാലേ കുട്ടികൾ കോലം കെടും ചെയ്യും. ഈ ഒരു ചൊറുക്കിപ്പോൾ എന്നും ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് പെട്ടെന്ന് നമുക്കത് നടത്താം. അത് ഓളെ സമ്മതം കൂടിയും ചോദിക്കണ്ടേ. പിന്നെ പുതിയാപ്പിളച്ചക്കൻ വന്നിട്ടും വേണ്ടേ, ഒന്ന് കണ്ടിട്ട് വേണ്ടേ. എനിക്കോളെ നല്ലോണം പറ്റിക്കണ്. ഇനിയിപ്പോൾ ഓൾക്ക് ഇഷ്ടപ്പെടുമോ എന്നുള്ള കാര്യത്തിലാണ്. അതല്ല അജയരെ, ഇങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ. നിങ്ങളെ മോന് വന്നിട്ട് വേണ്ടേ, ഓനക്ക് ഇഷ്ടപ്പെടുമോ എന്നുള്ള കാര്യം ഞമ്മക്കറിയില്ലല്ലോ. അത് കേൾക്കുമ്പോൾ അയാൾ ഒന്നും മിണ്ടുന്നില്ല. എന്നാൽ ഞങ്ങളവിടെ ഇറങ്ങിയാലോ, കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. എന്നാ ആയിക്കോട്ടെ. കുട്ടിനോട് പ്രത്യേകം തന്നെ പറഞ്ഞാലിട്ടാ അവിടെ എത്തി കിട്ടിയ കഴിച്ചില്ല എന്നുള്ളത്. പിന്നെ വേറൊന്നും നോക്കണ്ട. ഓൾക്ക് പഠിച്ചേ അതല്ല പെരയിലിരിക്കേ എന്ത് വേണമെങ്കിലും ചെയ്യാം. അത്രമാത്രം ആസ്തി ഹുസൈനാജിക്ക് ഉണ്ടെന്ന് മോളോട് പ്രത്യേകം ഒന്ന് പറഞ്ഞാളേ. ആ, അതൊക്കെ ഞങ്ങൾ പറഞ്ഞോളാം.
എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെട്ടാ. അവർ രണ്ടുപേരും അതാ വീട്ടിൽ നിന്നിറങ്ങി കാറിൽ കയറി. വണ്ടി തിരിച്ചു പോകുന്നതിനിടയിൽ മജീദ് പറഞ്ഞു, ആചാര്യ നിങ്ങൾ കണ്ടില്ലേ ആ തങ്കക്കുടം പോലത്തെ ആ പെണ്ണിനെ? കണ്ടുടാ, എന്താലേ പത്തര മാറ്റി പെൺകുട്ടി. അല്ല ആചാര്യ, എനിക്ക് വല്ലാത്തൊരു സംശയമുണ്ട്. അത് ഇങ്ങളാണ് കെട്ടാൻ പോണത് എന്നുള്ള കാര്യം പോലെ പെരക്കാരറിഞ്ഞിട്ട് തന്നെയല്ല. സംഭവം അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് അപ്പക്കപ്പം അങ്ങോട്ട് ഒഴിവാക്കണ കേസാണ്. പിന്നെ ഓല് ഇതിനെക്കുറിച്ച് മിണ്ടുകയില്ല. ആ അങ്ങനെയൊക്കെ തന്നെ ആയാലും ഓളെ ബാപ്പാക്ക് എൻ്റെ അടുത്തേക്ക് വരേണ്ടിരല്ലോ. എൻ്റെ പൈസ മേലുള്ള ഓല് ജീവിച്ചിൻ്റെത്. ആചാര്യ, ഇങ്ങളെ മോനെ കാത്തുക്കാണ് ഓല്. മോനെപ്പോഴാണ് വരിക എന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. ഒരിക്കലും അറിയില്ലല്ലോ ഈ തന്തക്കും വേണ്ടിയിട്ടാണ് കല്യാണം എന്നുള്ളത്. എനിക്കെന്താണ് ഒരു കുറവുള്ളത്? അതെ ആചാര്യ, സത്യം പറഞ്ഞാൽ ഞാൻ മൂപ്പരോട് പറയില്ലട്ടോ ഈ കാര്യത്തിനെ കുറിച്ച്. ഹുസൈനാജിക്കാണ് പെണ്ണ് എന്നുള്ള കാര്യം ഒരിക്കലും എൻ്റെ തൊള്ളോണ്ട് ഞാൻ പറയില്ലട്ടോ. എനിക്കത് പറയാനുള്ള കെൽപ്പില്ല. അയാളൊക്കെ അടിയെങ്ങാനും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ വാങ്ങേണ്ടി വരും. ഇനിയും എനിക്ക് നടത്തേണ്ടതാണ് ഈ ഒരു പരിപാടിയൊക്കെ. അങ്ങനെ ഇനിയും അതിന് അനിയത്തെ കുട്ടികളും ഉണ്ടാണ്. ഒരുപാട് ആൾക്കാർക്ക് പങ്കിട്ടിട്ട് നടക്കുന്ന ആളാണ് ഞാൻ. ഇങ്ങനെയൊക്കെ പിന്നെയും ചതിച്ചു കഴിഞ്ഞാലേ പിന്നെ നമ്മളെ വെച്ചക്കൂല നാട്ടുകാർ. അതുകൊണ്ട് ഹാജിയരെ നിങ്ങളെന്നാണ് പറഞ്ഞാൽ കേട്ടോ, എനിക്കാണ് ആ പെണ്ണ് എന്നുള്ളത്. ഞാൻ അറിഞ്ഞിട്ടില്ല എന്നും പറഞ്ഞാളേ. എൻ്റെ മോനക്കല്ല എനിക്ക് തന്നെയാണ്, നിങ്ങൾ തന്നെ പറഞ്ഞാളേ. ഞാനത് പറയില്ല കേട്ടോ. മജീദേ, ഇജിപ്പോൾ കാല് മാറില്ലടാ. അതല്ലേ എനിക്ക് പേടിയാണ്, പേടിച്ചിട്ടാണ്. പൈസ ഇല്ലെങ്കിലും വേണ്ടില്ല. കാരണം ഓലൊക്കെ ഇപ്പോൾ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കണത് നിങ്ങളെ മോനാണ് ഓളെ കെട്ടാൻ പോകണമെന്നുള്ള രീതിക്കല്ലേ. ഹുസൈനാജി എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ പകച്ചു പോവുകയാണ്. എന്തൊക്കെ തന്നെയായാലും വേണ്ടിയില്ല, ആ കുട്ടീനെ നമ്മളെ പെരേക്ക് എത്തിക്കണം. ഞാൻ കെട്ടിയില്ലെങ്കിലും എൻ്റെ മോനെ കൊണ്ട് ഓളെ ഞാൻ കെട്ടിച്ചു. അങ്ങനെ നമ്മളെ പെരേക്ക് എത്തിച്ചണം. അത്രക്കും ആ ചുരുക്കുള്ള തങ്കക്കുടം പോലത്തെ ആ പെൺകുട്ടിനെ നമ്മളെ പെരേക്ക് തന്നെ വേണം. വേറൊരാൾക്കും വിട്ടെടുക്കാൻ പാടില്ല. മജീദേ, ഇപ്പം തന്നെ ഞാൻ എൻ്റെ മോനക്ക് വിളിച്ച് പറയാണ്, ഓൻ പോയി കാണട്ടെ വന്നിട്ട്. എന്നിട്ട് ഓന് ഓളെ കെട്ടട്ടെ. അങ്ങനെ നമ്മളെ പെരേക്ക് എത്തിച്ചണം. ആചാര്യ, നിങ്ങളെ ബുദ്ധി കൊള്ളാലോ. ഇത് നല്ലൊരു ഐഡിയ തന്നെ. എന്നാൽ പിന്നെ ഓൾക്ക് പോലെ ഇഷ്ടം പോലെ ആയും ചെയ്തു, കുട്ടീനെ ഞങ്ങളുടെ പെരേക്ക് കിട്ടുകയും ചെയ്യും അല്ലേ? അതല്ലേ? ആ അതന്നെ, നമ്മളെ കുടിക്കാരത്തിക്കൊപ്പം ഓളുകൊണ്ട് കഴിയട്ടെ നമ്മളെ പെരയിലേ. നമ്മളെ ബീവി അല്ലെന്നേ ഉള്ളൂ. ഓനിപ്പാണ് ദുബായിക്ക് പോവുകയും ചെയ്യും. എന്നാലും പെരയിൽ ഓളുണ്ടാവുമല്ലോ. ഒന്നുമില്ലെങ്കിൽ ഒന്നോളെ കണ്ടുകൊണ്ടെങ്കിലും ഇരിക്കാലോ. അതിൻ്റെ ആചാര്യേ, നിങ്ങളൊരു പൂതി. ഈ പെണ്ണുങ്ങളെ കാണും ഇത്ര വലിയൊരു പൂതി നിങ്ങൾക്ക്? അത് പിന്നൊരു ഇതന്നെയല്ലടാ. അതുമല്ല, ഇത്രയും നല്ല ചൊർക്കും സൗന്ദര്യമൊക്കെ ഉള്ള കുട്ടികളെ എവിടുന്ന് കിട്ടണേ? ഒന്ന് കാണുന്നതിനിപ്പോൾ തെറ്റൊന്നുമില്ലല്ലോ. എന്നാൽ പിന്നെ അങ്ങനെ ഉണ്ടാക്കുക. എൻ്റെ മോൻ കെട്ടിയിട്ടൊന്നുമില്ല. ഓനത് അറിയും വേണ്ട ഒന്ന് കെട്ടി തീർത്താണെന്നുള്ള കാര്യം. എങ്ങനെങ്കിലും കല്യാണം വേഗം തന്നെ സെറ്റാക്കണം. എന്നിട്ട് ആ പെൺകുട്ടിനെ നമ്മളെ പെരേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണം. അതുള്ളൂ എൻ്റെ മനസ്സിലിപ്പോൾ ആഗ്രഹം. ആചാര്യേ, നിങ്ങളെ ബുദ്ധി കൊള്ളാട്ടാ. നിങ്ങൾ എത്ര പെട്ടെന്നാണ് നിങ്ങളെ തീരുമാനം മാറ്റിയത്. ആ പെരക്കാർക്ക് നടക്കൂലെന്ന് നിങ്ങൾക്ക് തോന്നിയെന്ന് കണ്ടപ്പോൾ നിങ്ങൾ ആ സ്പോട്ടിൽ വിഷയം മാറ്റി അല്ലേ? വേഗം മോൻ്റെ പേര് കണ്ടിട്ട് എന്നിട്ട് മോനോട് അറിയിക്കാതിരിക്കല്ലേ? അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാവൂലേ? ഓളൊന്ന് കെട്ടിച്ചതാണെന്നൊക്കെ അറിഞ്ഞാൽ എങ്ങനെ? ഞാൻ പറഞ്ഞതിൻ്റെ വരൻ്റെ അപ്പുറത്തേക്കായിട്ട് ഓൻ കിടക്കൂല. ഓൻ എൻ്റെ മോനാണ്. ഓനെ പഠിപ്പിച്ച് വലുതാക്കി പറത്തി വിട്ടത് ഞാൻ തന്നെയാണ്, വേറെ ആരുമല്ല. മോനോട് പെട്ടെന്ന് വരാൻ പറയണം. എന്നിട്ട് ഇവളെ ഒന്ന് കാണാൻ പോയിക്കോട്ടെ. ഓനിപ്പോൾ കാണാൻ കോലല്ലായൊന്നുമില്ലല്ലോ. അങ്ങനെ പെട്ടെന്ന് തന്നെ വേഗങ്ങട്ട് ഓളങ്ങോട്ട് കൂട്ടിക്കൊണ്ടിരണം. അതാണിപ്പോൾ വേണ്ടിയത്. ഇനിയിപ്പോൾ അതിൻ്റെ മുമ്പ് വേറെ ആരെങ്കിലും കാണാൻ വന്നാൽ കുട്ടീനെ കൊണ്ടുപോകാമെന്നാണ് എൻ്റെ ഒരു സംശയം. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ആ കുട്ടി പഠിക്കല്ലേ, അങ്ങനെയൊന്നും വരാൻ ചാൻസ് ഇല്ല. ഹാജിയാരുടെ ചിന്ത അതാ മാറി മറിയാൻ തുടങ്ങി. എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നു. അല്ലെങ്കിലും ഇത്രയധികം കോടീശ്വരനായ എനിക്കിപ്പോൾ എന്താ ഒരു പെൺകുട്ടിനെ കെട്ടിയരിച്ചിട്ട്. പക്ഷെ ഓല് പെരക്കാർ സമ്മതിക്കൂലല്ലോ. അപ്പം ഇതന്നെ മോനെ കൊണ്ടാണ് കെട്ടിക്കുക. എന്നാലും വീട്ടിലുണ്ടാവുമല്ലോ ഓള്, അത് മതി. അല്ല അപ്പം എന്താ? നുസൈബയുടെ വീട്ടിൽ നുസൈബ അവളുടെ റൂമിലതാ സങ്കടപ്പെട്ട് ഇരിക്കുകയാണ്. ഉപ്പ പറഞ്ഞു, മോള് വിഷമിക്കണ്ട. നമ്മളിപ്പോൾ അങ്ങനെ ഒരാളൊരു കാര്യം പറഞ്ഞതല്ലേ. അപ്പം പിന്നെ നമ്മൾ ഇനിയിപ്പോൾ എങ്ങനെയാണ് കാട്ടി കൊടുക്കാതൊക്കെ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. മൂപ്പരെ മോന് വന്നിട്ട് കാണാൻ വരും. അതുവരെ എൻ്റെ കുട്ടി ഒന്നും പറയരുത് ഉപ്പാനോട് ട്ടാ. ഒന്ന് വന്ന് കണ്ടുപോയിക്കോട്ടെ. എല്ലാം കൊണ്ട് സുഖം, പഠിപ്പിക്കും, അങ്ങനെയൊക്കെയല്ലേ പറഞ്ഞത്. എന്തായാലും പുതിയാപ്പിളച്ചക്കൻ വരട്ടെ. ഉപ്പ, എനിക്ക്
ഇപ്പോൾ വേണ്ടപ്പാ കല്യാണം, എനിക്കിപ്പോൾ വേണ്ടായിട്ടാണ്. സത്യമായിട്ടും എനിക്കങ്ങനെ ഒരുപാട് സ്വത്തും മുതലും സമ്പത്തും പൈസ എന്നുള്ള കുടുംബത്തേക്കേ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്ന് ഞാൻ അനുഭവിച്ചതല്ലേ. അങ്ങനെയൊക്കെ ആവുമ്പോൾ അത് അതിലേറെ ബുദ്ധിമുട്ടായിരിക്കും. മോളെ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇത് ആചാര്യ വീടാണ്. നമ്മൾ കുറേ പണിയെടുത്തതല്ലേ. നമ്മൾ ഓലെ പൈസ കൊണ്ടനല്ലേ കഴിഞ്ഞിൻ്റെത്. എൻ്റെ മോള് പറ്റുകയാണെങ്കിൽ എനിക്ക് പുതിയാപ്പിളം വന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം മതി, അല്ലെങ്കിൽ വേണ്ട, നമുക്കത് ഒഴിവാക്കി വിടാം. ഉമ്മാക്കും അത് കേട്ടപ്പോൾ വല്ലാത്തൊരിത്. കാരണം അത്രക്കും നല്ല ബന്ധമാണ് വന്നത്. പക്ഷേ മോൾക്ക് ഇഷ്ടമില്ലാതെ പിന്നെ എങ്ങനെ? ഉപ്പയുടെ ആ വാക്കുകൾക്ക് മുമ്പിൽ നുസൈബാക്ക് ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. ഉപ്പ ദയനീയമായി യാചിക്കുന്ന പോലെയാണ് മോളോട് പറയുന്നത്. എൻ്റെ പൊന്നു മോളെ, ഉപ്പാക്ക് വേണ്ടിയിട്ടെങ്കിലും എൻ്റെ മോള്, അല്ലാതെ ഉപ്പാക്ക് സമാധാനമില്ലായിട്ടാണ് ഇങ്ങനെ വീട്ടിൽ പെൺകുട്ടികളെ വെച്ച് നിർത്തുന്നത്. അത്ര ശരിയല്ലല്ലോ. എൻ്റെ കുട്ടി വന്നോളൂ, പക്ഷെ എന്നാലും ഒരു ആണിൻ്റെ ഒരു തണലിൽ ജീവിക്കുന്നത് അത് വേറൊരു തന്നെയല്ലേ. ഉപ്പാക്ക് അത്രക്കും സങ്കടം കൊണ്ടാണ് മോളെ. ഉപ്പയുടെ ആ ഒരു വാക്ക് കേട്ടപ്പോൾ നുസൈബ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം പകച്ചു പോവുകയാണ്. ഒന്നും പറയാനാവുന്നില്ല. ഉപ്പയോട് ഒന്നും എതിർത്ത് പറയാനും കഴിയുന്നില്ല. എൻ്റെ ഉപ്പ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് ജീവിച്ച ഉപ്പയാണ്. ഉപ്പ പറയുന്നത് അനുസരിക്കാതെ പിന്നെ എന്ത് ജീവിതമാണ് ഉള്ളത്? അവൾ ഉപ്പയെ സമാധാനിപ്പിക്കുവാൻ വേണ്ടി പറഞ്ഞു, ഉപ്പ നിങ്ങൾ വിഷമിക്കല്ലേ, പഠിച്ചോനല്ലേ വലുത്, എന്തെങ്കിലുമൊക്കെ വഴിയുണ്ടാവും ഇൻഷാ അല്ലാ. മോളെ, എൻ്റെ കുട്ടീനെ കാണാൻ പുതിയാപ്പിളച്ചക്കൻ വരികയാണെങ്കിൽ എൻ്റെ മോള് ഒന്ന് പോകണം കേട്ടോ ഓലെ മുമ്പക്ക്. ജീവിതത്തിൽ വീണ്ടും ഞാനൊരു വേഷം കെട്ട് നടത്തണമല്ലോ എന്നതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ നുസൈബാക്ക് ശരിക്കും പറഞ്ഞാൽ തൻ്റെ അവസ്ഥ ആലോചിച്ച് സങ്കടം തോന്നുകയാണുണ്ടായത്. അന്ന് രാത്രി നുസൈബയ്ക്ക് ഉറക്കം വരുന്നില്ലായിരുന്നു. അവൾ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. തൻ്റെ ജീവിതം തന്നെ ഒരു പരീക്ഷണമായിട്ടാണ് അവൾക്ക് തോന്നിയത്. തൻ്റെ പഠനവും ആദ്യ വിവാഹവും അതെല്ലാം അങ്ങനെ. ഇപ്പോഴിതാ രണ്ടാമത്തെ ലക്ഷ്യസ്ഥാനത്തേക്ക് ഞാൻ കുതിക്കുമ്പോൾ അതാ രണ്ടാമതായിട്ട് വീണ്ടും ഒരു വിവാഹാലോചന വരുന്നു. ഇനി എന്തൊക്കെയാണാവോ? എന്തിനാണ് എനിക്ക് വേണ്ടി ഇങ്ങനെ ഇപ്പോൾ തന്നെ വിവാഹത്തിന് വേണ്ടി എല്ലാവരും തിരക്ക് കൂട്ടുന്നത്? എനിക്കും ഉണ്ടാവില്ലേ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ? എനിക്കും പഠിക്കണം. ഇനിയും ഞാൻ വിവാഹം കഴിച്ച് ഭർത്താവിൻ്റെ വീട്ടിൽ പോയാൽ എന്തായിരിക്കും സ്ഥിതി എന്നൊന്നും എനിക്കറിയില്ല. അവർ പഠിപ്പിക്കും അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഹേയ്, ഒരിക്കലും എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നേയില്ല അങ്ങനെയൊരു ജീവിതം. പ്രത്യേകിച്ച് ആ ഒരു അയാളുടെ വീട്ടിലേക്ക്. ഹേയ്, എനിക്കൊട്ടും താല്പര്യമില്ല. ഭർത്താവിൻ്റെ ഉപ്പയാണെന്ന് പറഞ്ഞു, പക്ഷേ അയാളുടെ നോട്ടം കണ്ടപ്പോഴേ എനിക്ക് പേടിയായി. സത്യമായിട്ടും അയാളുള്ള വീട്ടിലേക്ക് എനിക്ക് പേടിയാണ്. ഒരു പക്ഷേ മകന് വേണ്ടി എങ്ങനെയുണ്ട് പെണ്ണ് എന്ന് ശരിക്കും നോക്കിയതായിരിക്കും. എന്നാൽ ഹേയ്, സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോൾ ഒരിക്കലും വിവാഹം വേണ്ട. അതുതന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞാൽ ഒരു പക്ഷേ ഉപ്പാക്ക് അല്ലെങ്കിൽ ഉമ്മാക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെ ഒരു തോന്നലുണ്ട്. ഉപ്പാക്ക് കൂടുതൽ ടെൻഷനാവുമോ എന്നൊക്കെ ഞാൻ ഭയപ്പെടുന്നു. പഠിച്ചവനെ കാത്ത് രക്ഷിക്കണേ അല്ലാ. ഞാൻ എന്താ ചെയ്യുക? നുസൈബ അതാ പഠിച്ചവനോട് ഹൃദയം പൊട്ടി ദ്വാ ചെയ്യുന്നു. അല്ലാ, വേറൊരു വിവാഹ ജീവിതം അതിപ്പോൾ ഞാൻ ആലോചിക്കുന്നില്ല. എനിക്കിഷ്ടം പഠിക്കാനാണ്. പഠിച്ചെന്തെങ്കിലും നേടിയെടുക്കണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരിക്കലും ഇപ്പോൾ മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്ന പോലുമില്ല. നുസൈബയ്ക്ക് ഉറക്കം വരുന്നേയില്ല. അവൾ ഫോണെടുത്ത് നോക്കി. വീട്ടിൽ എല്ലാവരും ഉറങ്ങിയിട്ടുണ്ട്. വെറുതെ അതൊന്ന് സ്ക്രോൾ ചെയ്തു. പെട്ടെന്നതാ അവളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നു. അറിയാത്ത ഒരു നമ്പറിൽ നിന്ന്. ഹായ്. ഒരു നിമിഷം നുസൈബ വിചാരിച്ചു, പഠിച്ചോനെ ഇതാരാണ്? ഇന്ന് എന്നെ കാണാൻ വന്ന അയാളുടെ മകനാണോ? അറിയാത്ത നമ്പറാണ്. നുസൈബ പേടിച്ചുകൊണ്ട് റീപ്ലൈ കൊടുക്കാൻ മടിച്ചു. എന്ത് റീപ്ലൈ കൊടുക്കും അറിയാത്തവർക്ക്? ഒന്നും അറിയുന്നില്ല, ആരാണെന്നോ എന്താണെന്നോ ഒന്നും. ഒരു പക്ഷേ ഞാൻ മെസ്സേജ് അയച്ചാൽ ഇങ്ങോട്ട് തിരിച്ച് വല്ലതും വരും. പിന്നെ അതിനുള്ള റീപ്ലൈ കൊടുക്കേണ്ടി വേണ്ട. തൽക്കാലം ഒന്നും കൊടുക്കേണ്ട. ആണാണോ പെണ്ണാണോ ഒന്നും അറിയുന്നില്ല. നുസൈബ എന്ത് ചെയ്യണമെന്നറിയാതെ ആ ഫോണും പിടിച്ച് ഇരിക്കുകയാണ്. വീണ്ടും അതാ, ഹായ്, എന്നെ ഇഷ്ടമാണോ? പടച്ചോനെ, ആരാണ് ഈ ഒരു സമയത്ത് ഇങ്ങനെ മെസ്സേജ് അയച്ചത്?
ഒരിക്കലും ഇതൊരു പെണ്ണല്ല, ആണ് തന്നെയായിരിക്കും. അതല്ല, ചിലപ്പോൾ എന്നെ എൻ്റെ ഫ്രണ്ട്സ് എങ്ങാനും പറ്റിക്കാൻ അങ്ങനെയും ഉണ്ടാവും. ഒരു പക്ഷേ ചിലപ്പോൾ ഷിഫയായിരിക്കും. പക്ഷേ ഷിഫയുടെ നമ്പറിൽ നിന്നല്ല, അവളുടെ ഉമ്മയുടെ നമ്പറിൽ നിന്നോ അങ്ങനെ എന്തെങ്കിലും എന്നെ പറ്റിക്കാനായിരിക്കും എന്നെ ഇഷ്ടമാണോ എന്നുള്ള മെസ്സേജ് അയച്ചത്. എന്തപ്പോൾ ഞാൻ ചെയ്യുക? തൽക്കാലം വെറുതെ ഒരു സ്മൈലി വിടാം, ഒരു സങ്കടത്തോലുള്ള. നുസൈബ ആ ഒരു ഫോൺ എടുത്ത് അത് തിരിച്ച് മെസ്സേജ് അയക്കുന്നു. ഒരു സ്മൈലി, അതെ, സങ്കടപ്പെടുത്തുന്ന ഒരു സ്മൈലി. അപ്പോഴേക്കും അടുത്ത മെസ്സേജ് വരുന്നു. എന്തു പറ്റി? എന്താ ഇത്ര വിഷമം? എല്ലാം എന്നോട് തുറന്നു പറഞ്ഞൂടെ? ഒരു നിമിഷം നുസൈബ എന്ത് ചെയ്യണം, എന്ത് പറയണം എന്നറിയാതെ ഒരു നിമിഷം പകച്ചു നിൽക്കുകയാണ്. ആരാണെന്നോ എന്താണെന്നോ ഏതാണെന്നോ ഒന്നും അറിയുന്നില്ല. പടച്ചോനെ, എന്താ ഞാൻ ചെയ്യുക?